ബ്രില്യൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു അടിപൊളി ബോട്ടിൽ ആർട്ടായിട്ടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ നോക്കാം നമുക്ക്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. ബെല്ലൈക്കണിൽ ആളെന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെ നമുക്ക് ആ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത് നോക്കാം. നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. നമുക്ക് ആദ്യം വേണ്ട ഇതുപോലത്തെ ഒരു മദ്യക്കുപ്പിയാണ് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ അടപ്പ് ഇതുപോലത്തെ ഒരു കട്ടർ ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ആ ഒരു കറുത്ത ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ ഇത് നല്ല സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ കുപ്പിയിലെ ഈ ഒരു സ്റ്റിക്കർ നമുക്ക് ഇതുപോലത്തെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഒന്ന് ഇളക്കി കളയാം. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ആ സ്റ്റിക്കറുകൾ ഇളക്കി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഇതുപോലത്തെ ഒരു mseal കേട്ടോ. ഇതിന്ന് നമ്മൾ ഒരേപോലെ രണ്ടെണ്ണത്തുനിന്ന് എടുത്ത ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ബോളുകളാക്കി മാറ്റാം. അങ്ങനെ നമ്മൾ കുറേ ബോളുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ഒരെണ്ണം എടുത്തിട്ട് ഒരു എതളിൻ്റെ ആകൃതിയിലേക്ക് നമുക്കത് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മൾ അതുകൊണ്ടൊക്കെ എതളുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ഓരോന്ന് എടുത്തിട്ട് നമുക്കിതൊരു പൂവാക്കി മാറ്റാം. അങ്ങനെ നമ്മളതൊരു പൂവാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഒരു റോസാപ്പൂവ്. ഇനി നമുക്ക് ഒരു ഈർക്കിൾ ഉപയോഗിച്ചിട്ടൊന്ന് ശരിപ്പെടുത്തി കൊടുക്കാം. ഇനി നമുക്ക് കുപ്പിയുടെ ഈ ഒരു ഭാഗത്തായിട്ട് അത് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കയ്യിൽ വെച്ച് ഉണ്ടാക്കിയെടുത്ത പൂവ് അതിന്മേൽ വെച്ച് ഒട്ടിച്ചപ്പോൾ അതിൻ്റെ ആ ഒരു ആകൃതിയൊക്കെ ഒന്ന് നഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മൾ ഇനിയൊക്കെ ചെയ്യുന്നത് നമ്മൾ ആ ഒരു എതളുകൾ ഓരോന്നായിട്ട് എടുത്തിട്ട് ആ കുപ്പിയിൽ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കുപ്പിയിലേക്ക് നമുക്കത് നല്ലപോലെ പ്രസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് നമ്മൾ അതൊന്ന് നല്ല അടിപൊളിയായിട്ട് കാണിച്ചു തരുന്നുണ്ട് വീഡിയോയിൽ. അങ്ങനെ നമ്മൾ ലാസ്റ്റിലെ റോസാപ്പൂവും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ ലാസ്റ്റിലെ റോസാപ്പൂവും സെറ്റ് ചെയ്ത് 4 റോസാപ്പൂ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് mseal ഇതുപോലെ നീളത്തിൽ എടുത്ത ശേഷം നമുക്ക് ഈ ഓരോ പൂവുകൾക്കും തണ്ടുകൾ വെച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഓരോ റോസുകൾക്കും തണ്ടുകൾ സെറ്റ് ചെയ്ത് കൊടുത്ത് നമ്മുടെ റോസാ ചെടിയാക്കി മാറ്റിയെടുക്കാം. അങ്ങനെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇലകൾ വെക്കാനായിട്ട് ചെറിയ തണ്ടുകൾ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ കുഞ്ഞു കുഞ്ഞു തണ്ടുകൾ വെച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഇല സെറ്റ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് ഇതുപോലത്തെ mseal ബോളുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബോളുകൾ ഓരോന്നെടുത്തിട്ട് ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ആക്കിയ ശേഷം നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് ഒരു റോസാ ചെടിയുടെ ഇലയുടെ രീതിയിലേക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെല്ലാ തണ്ടിലും ഇലകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ വർക്കും കൂടെ ഉണ്ട്. ഇതിന് കുഞ്ഞിയ 2-3 ഇലകളും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ അതും പാടെ സെറ്റ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും mseal നീളത്തിലെടുത്തിട്ട് നമുക്ക് ഈ റോസാ ചെടിയിലൊക്കെ ഉണ്ടാകുന്ന ഇത്തരം ഒരു കുഞ്ഞു ശാഖകൾ നമുക്ക് അതിലിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ അതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ട അടിപൊളിയായിട്ടില്ലേ. ഇനി നമുക്ക് ഇതുപോലത്തെ 3 കളർ അക്രിലിക് പെയിൻറ്റുകൾ വേണം. വീഡിയോയിൽ ചെയ്യുന്ന പോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത റോസിന് നമുക്ക് റെഡ് കളർ അക്രിലിക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ആ 4 റോസിനും അക്രിലിക് പെയിൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ, അത് എടുത്ത് കാണിക്കുന്നില്ല ഇപ്പോൾ. ഇനി നമുക്കിതിൻ്റെ തണ്ടിലും ഇലകളിലും ആ ഒരു ചെറിയ തണ്ടുകളിലൊക്കെ നമുക്ക് ഗ്രീൻ കളർ അടിച്ചു കൊടുക്കാം. അങ്ങനെ അത് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗോൾഡൻ കളർ വെച്ചിട്ട് ഇതിൻ്റെ ഇലയിലും തണ്ടിലും ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഷെയ്ഡ് ചെയ്തപ്പോൾ അതൊന്നും എടുത്ത് കാണിക്കുന്നില്ലേ. ഇനി നമുക്ക് വേറൊരു പണിയും കൂടെ ഉണ്ട്. നമ്മുടെ റോസിൻ്റെ ആ ഒരു എതളിൻ്റെ തലപ്പിലൊക്കെ നമുക്ക് ഇതേപോലെ ഗോൾഡൻ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇരിക്കും. ഒന്നും കൂടെ എടുത്ത് കാണിക്കുന്നില്ലേ. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു കോട്ടൻ്റെ ചിരടും അതേപോലെ ഫ്ലസ് ക്യൂക്കും എടുത്തിട്ട് ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്ന പോലെ നമുക്ക് ഈ ഒരു അടപ്പിൻ്റെ ഇവിടെയായിട്ട് ചുറ്റിയെടുക്കാം. ചുറ്റിയെടുക്കുമ്പോൾ അത് വിട്ടുപോരാതിരിക്കാനായിട്ട് നമുക്ക് ഓരോ ഡ്രോപ്പ് ഫ്ലസ് ക്യൂക്ക് ഒറ്റിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു അടിഭാഗത്തും അതേപോലെ തന്നെ നമ്മുടെ കോട്ടൺ ചിരട് ചുറ്റിയെടുക്കുക. അങ്ങനെ അതും നല്ല അടിപൊളിയായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെള്ളമൊക്കെ ഒന്ന് നിറച്ച് സെറ്റ് ചെയ്താലാവും.
അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ നിറച്ച് മണി പ്ലാന്റ് ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. എങ്ങനെയുണ്ട്, ചീറിയില്ലേ? msealഉം അക്രലിക് പെയിൻറ്റും ഇതുപോലത്തെ ഒരു ബോട്ടിലും കുറച്ച് കോട്ടൺ ചരടും ഒരു ഫ്ലസ്ക് കൊണ്ടുവന്നുണ്ടെങ്കിൽ ഇതുപോലൊരു അടിപൊളി ബോട്ടിൽ ആർട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, അപ്പോൾ ഈ ബോട്ടിൽ ആർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. ബൈ.